സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ മതിലകം. ഇപ്പോൾ ഉള്ളത് ചാലക്കുടി കനകമല, അതാണ് കാണുന്നത്. ഇവിടുന്ന് ഒരു 500 മീറ്റർ മുന്നിലായിട്ട് ഒരു ഫാം എൻ്റെ സുഹൃത്താണ് സതീഷ്. അതൊന്ന് സന്ദർശിക്കാൻ വന്നതാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു ഇൻഡോർ പ്ലാന്റാണ്, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു വിദേശ മാവൻ തൈയാണ്, നാങ് ഓഫ് മൈ ഗോഡ്. ലോകത്തിലെ 10 മാവുകളിൽ ഒന്നാണെന്ന് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കറിനാരകം. എന്നിങ്ങനെ വരുമ്പോൾ അത് ചക്കരക്കുട്ടി മാവ് എന്ന് പറയും. കടുമാവുകളിൽ മധുരമുള്ള കടുമാവാണ്. അല്ലെങ്കിൽ ആയുർജാക്ക് എന്ന് പറഞ്ഞ പ്ലാവ്. ആയുർജാക്ക് എല്ലാ സമയത്തും ഉണ്ടാവുന്ന പ്ലാവ് ചക്കയാണ്. എല്ലാ സമയത്തും ചക്ക ഉണ്ടാവുന്നത്. ഒരു 6-7 മാസം കൊണ്ട് തന്നെ ഇത് ചക്കയാവാൻ തുടങ്ങും. പിന്നെ സ്ഥിരമായിട്ട് ചക്ക ഉണ്ടാവാൻ തുടങ്ങും. നമ്മൾ ഈ കാണുന്നത് മിൽക്ക് ഫ്രൂട്ടിന്റെ തൈകളാണ്, ബഡ് ചെയ്തതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത സീതാപ്പഴം. സുഹൃത്തുക്കൾ, ഇത് റംബൂട്ടാന്റെ ഫാമിലിയിൽ വരുന്ന ഒരു വെറൈറ്റി സാധനമാണ്, പുലാസാൻ. റംബൂട്ടാനേക്കാൾ കുറച്ചും കൂടി വലുപ്പമുള്ള കായാണ്. റംബൂട്ടാൻ N18 2 വർഷം കൊണ്ട് കായാവും കേട്ടോ. അത് ബഡ് ചെയ്തിരിക്കുന്നത് കടര വലുപ്പം തന്നെ അവിടെ അറിയാം. ഇത് കാലാപ്പാടി എന്ന് പറയുന്ന ഒരു മാവാണ്. 750 ഗ്രാമൊക്കെ തൂക്കം വരുന്നതാണ്. അധികം പൊക്കത്തിൽ പോകില്ല, ബുഷ് പോലെ നിൽക്കുന്നതാണ്. വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കും. ഇത് AVR ടേസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. ബെഡല്ലേ, ബെഡ്. ഇത് ടാങ് സൂര്യ, വിദേശ പ്ലാവിനാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇല വ്യത്യസ്തമുണ്ട്, ചെറിയ ഇലകളാണ്. ഇത് ബ്ലാക്ക് ഞാവല്. അധികം പൊക്കത്തിൽ പോകണമെന്നില്ല, ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇപ്പം തന്നെ കായ ആവുന്ന ഒരു ടൈപ്പാണ്. 1.5 വർഷം കൊണ്ട് കായ്ക്കാവുന്നതാണ്. റെഡ് കംബോഡിയൻ, തൊള ചുമപ്പ് ആയിട്ടുള്ളത്, ടേസ്റ്റ് ഉള്ളതാണ്. ചെറിയ റംബൂട്ടാൻ്റെ തൈകളാണ്. ഇനി അത് ഒരു 2 കൊല്ലം കൊണ്ട് കായ്ക്കും. 3 കൊല്ലം മാക്സിമം വേണ്ട. ഇപ്പോൾ ഒരു കൊല്ലം N18 കുരുമെന്ന് വിട്ടു പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉള്ള കുളമ്പു മാവ്. പക്ഷെ അത് കുരുമുളച്ച് കിട്ടാൻ ഭയങ്കര പാടാണ്. അപൂർവമായി അത് മുളയ്ക്കാറുള്ളൂ. അതിൻ്റെ ഇരിക്കുന്നത് നമ്മുടെ കടപ്ലാവ്, അത് ബെഡ് തൈകളാണ്. കടപ്ലാവൊക്കെ ഒരു 2 കൊല്ലം കൊണ്ട് ഇനി കായ ഉണ്ടാവും. തായ്ലൻഡിൽ നിന്നുള്ള ഒരു പേരാണ് തായ് പിങ്ക്. 80 രൂപയുള്ളൂ ഇതിന്റെ തൈക്ക്. ഇത് ബെഡ് തന്നെ അല്ലേ? ഇത് ബ്ലാക്ക് ഡയമണ്ട് പേര. കായായി തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റും. ഇത് കാണുന്നത് ജപ്പാൻ പേര. ഇത് കുരുല്ലാത്തതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കായായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ബെയർ ആപ്പിൾ. നമ്മുടെ നാട്ടിൽ നന്നായിട്ടുണ്ടാവുന്നതാണ്. ആപ്പിളിന്റെ ടേസ്റ്റ് തന്നെയാണ്, അധികം വലുപ്പം ഇല്ല. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട്. നമ്മുടെ ഇരുമ്പമ്പുളിയേക്കാൾ വലുപ്പമുള്ള ഒരു നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ്. ഇത് ഇന്ത്യൻ മുസംബി. ഇതിന്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ചെറുനാരങ്ങ. ഇത് മുസംബിയുടെയാണ്, വെരിഗേറ്റഡ് മുസംബി. ഇത് നമ്മുടെ പ്രിയൂർ മാവ്, നല്ല കടയ്ക്ക് നല്ല കട്ടിയുള്ള ബെഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സുവർണരേഖ എന്ന് പറഞ്ഞ മാവാണ്, ബെഡ് ചെയ്തതാണ്. ഏതാണ്ട് കായ്ക്കാറായിട്ടുണ്ട്. ഇത് കോട്ടൂർക്കോണം എന്ന് പറയുന്ന വെറൈറ്റി മാവാണ്. നമ്മുടെ തിരുവനന്തപുരത്തുകാർക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടൊരു മാവ്. ഇത് ചന്ദ്രക്കാരൻ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ, നമ്മളെ കടുമാങ്ങിടുന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇത് ആത്തച്ചക്ക, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ചെറുനാരങ്ങ കുരുവില്ലാത്തത്, ഒരു കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവും ഇത് കായ.
സീഡ്ലെസ് എന്ന് പറയുന്നത്. നമ്മളിനി കാണുന്നത് റംബൂട്ടാൻ്റെ വലിയ തൈകളാണ്. ഇത് ഒരു കൊല്ലം ഇപ്പോൾ കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കായാവും. നമ്മുടെ വലിയ തൈകളാണ്. ഇതാണ് അബിയു. നമ്മളെ റംബൂട്ടാൻ്റെ ഒക്കെ ടൈപ്പിൽ വരുന്നതാണ്. കുറച്ചും കൂടി വലിപ്പുണ്ടാവും. ക്രിക്കറ്റ് ബോളിൻ്റെ ഒക്കെ അത്രയും വലിപ്പമുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് യെല്ലോ റംബൂട്ടാൻ കൊല്ലം കായ്ച്ചതാണ്. ഇത്തിരി വലിപ്പമുള്ള ടൈപ്പൊന്നും, ഒരു 7 അടി 8 അടിയൊക്കെ വലിപ്പമായിട്ടുണ്ട്. ഇത് റംബൂട്ടാൻ്റെ കുറച്ചും കൂടി വലിപ്പമുള്ള തൈകളാണ്. ഒരു 1-2 കൊല്ലം കൊണ്ടൊക്കെ കായ ഉണ്ടാവുന്നത്. ഇത് മുസംബിയുടെ ഏകദേശം 6 അടിക്ക് അടുത്ത് ഹൈറ്റുള്ള വലിയ ബാഗിൽ വെച്ചിട്ടുള്ളതാണ്. ഇത് കാജി ലെമൺ, നമ്മുടെ നാരകത്തിൻ്റെ അനത്തിൽപ്പെട്ട തന്നെ നമ്മൾ വെള്ളം കലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറുനാരകം. ഇത് വിയറ്റ്നാം റെഡ് ജാക്ക്, ഏകദേശം ഒരു 5 അടി ഹൈറ്റൊക്കെ ഉള്ള വലിയ ബാഗിൽ വെച്ചിരിക്കുന്നു. ഇത് ഓറഞ്ചിൻ്റെ തൈ, നാഗപ്പൂർ ഓറഞ്ച്, 5 അടി ഹൈറ്റുള്ളതാണ്. ഇവിടെ തെങ്ങിൻ തൈകളുണ്ട്. ടീൻഡുഡി, ഇത് അമർബാനി എന്ന് പറയുന്ന ഒരു വെറൈറ്റി മാവാണ്. ഏകദേശം 7 അടിയൊക്കെ ഹൈറ്റ് ആയിട്ടുള്ളതാണ്. ഇത് മാംഗോസ്റ്റിൻ, വലിയ തൈയാണ്. ഒരു 7 അടി ഹൈറ്റൊക്കെ ആയിട്ടുള്ളതാണ്. അതിൻ്റെ തന്നെ ചെറുതും. ജാതിയുടെ ബെഡ് ചെയ്ത തൈകളാണ്. നല്ല ഉറപ്പുള്ള തൈകളാണ്. ഇത് J33, ലോകത്തിലെ 10 പ്ലാവുകളിൽ ഒന്നാണ് J33. ഇത് അടയ്ക്കാർ തൈ, ഇന്ത്യയിലെ ഏറ്റവും നല്ല തൈകളിൽ ഒന്നാണ്. മോഹിത് നഗർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് നമ്മുടെ 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ഗംഗാബോണ്ടം എന്ന് പറയുന്ന തെങ്ങ്. ഇതിപ്പോൾ ഒരു 9 മാസമൊക്കെ എത്തിയ തെങ്ങ് തൈയാണ്. 3 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇതാണ് ശ്രീലങ്കൻ നാളികേരം. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള നാളികേരങ്ങളിൽ പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഓയിൽ കണ്ടന്റ് കൂടുതലാണ്. തൈക്ക് കുറച്ച് വില കൂടുതലാണ് എങ്കിലും